കുര്യാക്കോസേട്ടാ, അയ്യോ കുര്യാക്കോസേട്ടോ, ഞാനാ. ജോസിച്ചായനകത്തുണ്ടോ? ആരാ? അതിന് കവർ അടിച്ച് കിട്ടിയില്ലല്ലോ. വേൾഡ് ബെസ്റ്റ് പ്രൂഫ് റീഡർ. മീൻ പിടിക്കാൻ കലക്കി തിരിച്ച കുളം പോലെ കലങ്ങിയിരിക്കുന്നു അവളുടെ മഴികൾ. മിഴികൾ നാക്കിയേ. ആ വേൾഡ് ബെസ്റ്റ് തന്നെ. നീ എഴുതുന്ന നോവലിലെ അക്ഷരത്തെറ്റ് മുഴുവൻ തിരുത്തിയച്ച് വലിയോ ജോസിച്ചായിരിക്കെ നമ്മുടെ അപ്പച്ചനായിട്ട് തുടങ്ങിയ ഒരു സ്ഥാപനം അല്ലേ എന്ന് വെച്ചാ. അല്ലെ എന്റെ നോവലെ ഈ വാരികയിൽ അടിക്കാൻ തരികയിലായിരുന്നു. എന്റെ ആത്മനമ്പരല്ലേ കാണായിരുന്നു. എടവക പള്ളിയുടെ ലഘുലേഖ പോലെ ഇരിക്കും വാരിക. ഒരിക്കലും കേൾക്കാത്ത ശബ്ദം. ആദിവാസി പ്രശ്നത്തിന്റെ പശ്ചാത്തലത്തിൽ മന്ത്രിക്ക് കരിങ്കൊടി കാണിക്കാനെത്തിയ പ്രതിപക്ഷ പാർട്ടി പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തി വീശുകയായിരുന്നു. തുടർന്ന് അക്രമാസക്തരായ പ്രകടനക്കാരെ പിരിച്ചുവിടാൻ പോലീസ് കണ്ണീർ വാതകം പ്രയോഗിച്ചു. പരിക്കേറ്റ മാധ്യമപ്രവർത്തകരെ മന്ത്രി പിന്നീട് ആശുപത്രിയിൽ സന്ദർശിച്ചു. എന്നാ ഒന്ന് പോയി നോക്കാല്ലേടാ. ഈ അമ്മച്ചിയോട് എന്നാ പറയുന്ന? രാത്രി വരികയിലെ വിളിച്ചു പറഞ്ഞേക്കണേ കൂർത്തം കെട്ടോമാരെ. വിളിച്ചു പറഞ്ഞേക്കാം അമ്മച്ചി. അപ്പൊ വരികയിലെന്ന് അമ്മച്ചിയുടെ ഒരു കാര്യം ഞാൻ ഓടിക്കാം. ചേട്ടത്തി, കോട്ടയത്ത് ഹെഡ് ഓഫീസിൽ പോവാന്നാ അമ്മച്ചിയോട് പറഞ്ഞേക്കുന്ന. കോട്ടയത്ത് അങ്ങനെ ഒരു ഹെഡ് ഓഫീസ് തന്നെ ഉണ്ടോന്നാ ഇപ്പൊ എന്റെ സംശയം. അല്ല, അമ്മച്ചി ഇപ്പൊ അറിഞ്ഞാലും പണ്ടത്തെ ദേഷ്യമൊന്നും അമ്മച്ചിക്ക് ഇപ്പൊ അവനോടില്ല. വർഷങ്ങൾ ഒത്തിരി ആയില്ലയോ. അല്ല, ഇതെന്നാ ഉണ്ടാക്കാനാ ഈ തല്ലും മേടിച്ച് കിടന്ന് കഷ്ടപ്പെടുന്നത്? റബ്ബറിന്റെ ഒട്ടുപാല് വിറ്റാ കിട്ടത്തില്ലേ ആ കാശ്? അത് അമ്മച്ചി മേടിക്കാറില്ല. അതങ്ങ് തന്നേക്കാം. ഇനിയിപ്പൊ തല്ല് മേടിക്കാനായിട്ടാണേലും അതിനായിട്ട് അപ്പച്ചൻ തുടങ്ങി വെച്ചൊരു സ്ഥാപനം ഇല്ലയോ? എന്താ രണ്ടാൾക്കും ജോലി? പറഞ്ഞ പോലെ പരിചയപ്പെട്ടില്ലല്ലോ. ഞാൻ രാജിവെച്ച സർക്കിളാ, പോലീസിലെ സർക്കിൾ ഇൻസ്പെക്ടർ. നമ്മുടെ തോട്ടത്തിലെ പഴയ പണിക്കാരൻ കുമാരേട്ടന്റെ മോനില്ലേ പ്രകാശൻ, അപ്പച്ചനാ അവനെ സ്കൂളിൽ വിട്ട് പഠിപ്പിച്ചേ. ജോസിച്ചായൻ തൊപ്പിയും വെച്ചോണ്ട് അങ്ങോട്ട് ചെല്ലുമ്പം അവനെ അവിടെ മേലുദ്യോഗസ്ഥൻ. റിസർവേഷന്റെ ദൂഷ്യം. ഇവനെയൊക്കെ സല്യൂട്ട് അടിച്ചയച്ച് കിട്ടുന്ന കാശ് നമുക്ക് എന്നാത്തിനാ? ചേട്ടത്തി പറ. നമ്മുടെ കാര്യം എങ്ങനെയാ? ഡൗട്ട് ചോദിക്കാനും പാടില്ലേ? ഞാൻ പിന്നെ സാഹിത്യകാരനുമാണല്ലോ. എന്നാ നിങ്ങളെല്ലാവരും വീട്ടിലോട്ട് വയ്ക്കോ. ഇവിടെ രാത്രി ഞാൻ നിന്നോളാം. എല്ലാവരും കൂടെ ഉറക്കൊളയ്ക്കാനും മാത്രമൊന്നും ഇല്ലല്ലോ. ഇവിടെ ഞങ്ങൾ രണ്ടാളും അടുത്ത് തന്നെ ഉണ്ടാവും. அந்த இரட்டை இருக்கானே அவனை தான் நம்பவே கூடாது. பயங்கரமான ஆளுங்கடி, ஜாக்கிரதையா இருந்துக்கோ. നമ്മുടെ അപ്പച്ചൻ മരിച്ചപ്പോ സത്യം കൂടെ കൂട്ടാണ്ട് ഒറ്റയ്ക്കല്ലോ ഞാൻ വന്ന്. എന്നിട്ട് അമ്മച്ചി എന്നോട് ഒരു അക്ഷരം വേണ്ടിയോ? അമ്മച്ചി പോട്ടെ, ദാ ഇവനോ. അത് പിന്നെ അപ്പച്ചൻ മരിക്കാൻ നേരത്തെ എന്നെയല്ലേ അടുത്ത് വിളിച്ചേച്ചും പറഞ്ഞേ അമ്മച്ചി ഒരു കാരണം കൊണ്ട് സങ്കടപ്പെടുത്തരുതെന്ന്. എവന്റെ കാര്യം നീ വിട്. അതെ, എന്റെ കാര്യം വിട്. എന്നാ ചെയ്യാനാ? കർത്താവിനെക്കാളും വലിയ ക്രിസ്ത്യാനികളായി പോയില്ലയോ? അതവൻ സിൻസിയറായിട്ട് പറഞ്ഞതാ. നോവലിസ്റ്റിന്റെ ആത്മനൊമ്പരം പ്രിന്റർ ആൻഡ് പബ്ലിഷറായ അമ്മച്ചിക്ക് അറിയാലല്ലോ. അതെന്താ ആത്മനൊമ്പരം? അതെന്റെ ഒരു നോവലിന്റെ പേരാ. ആത്മനൊമ്പരം കാലത്തെ ചൂലും കൊണ്ട് ടാറ്റ പറഞ്ഞു വിട്ടേക്കുക. ആശാലത. അപ്പച്ചന്റെ പഴയ ദോസ്തില്ലയോ കുറുപ്പൻ മാഷ്, രാമങ്കരിയിലെ മോള. TTC കഴിഞ്ഞ് നമ്മുടെ അടുത്തുള്ള സ്കൂളിലാ. നമ്മുടെ വീട്ടിലാ താമസം. കാണാനൊക്കെ കൊള്ളാവുന്ന കൊച്ചാ എന്നും പറഞ്ഞ്. സ്വഭാവം കൊള്ളത്തില്ലായിരിക്കും. ഇത് ശരിയാവുകയല്ല.